വിഎസിന് വിട നൽകി രാഷ്ട്രീയ കേരളവും മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. മതസാമുദായിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും വിഎസിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. മഴയെ അവഗണിച്ചും ജനസാഗരം പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വിഎസിന് നാട് നൽകിയത് സമാനതകളില്ലാത്ത യാത്രയയപ്പ്. കാർമേഘം കണ്ണീർ പൊഴിച്ച ദിനത്തിൽ നാടും ഒന്നാകെ തേങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സ്പീക്കർ എൻ ഷംസീർ, CPM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർ വിഎസിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്ന് കേരളത്തിൽ അങ്ങേയറ്റം മുതൽ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ ജനങ്ങൾ ആകെ വിഎസിന് അന്തിമോപചാരത്തിൽ ഒഴുകി വന്നിരിക്കുകയാണ്. അത് സൂചിപ്പിക്കുന്നത് വിഎസ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവെന്ന് മാത്രമല്ല, വിഎസ് ജനങ്ങളോട് കാണിച്ച സ്നേഹം, അതിന് 10 മടങ്ങ് ജനങ്ങൾ തിരിച്ചു നിൽക്കുന്ന സ്നേഹമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ്, സാദിഖലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും വിഎസിനെ കാണാനെത്തി. ഹരിപ്പാട് മണിക്കൂറുകളോളം കാത്തുനിന്ന് വിഎസിനെ കണ്ട് രമേശ് ചെന്നിത്തലയും വിലാപയാത്രയിൽ പങ്കാളിയായി. ഈ നാടിനോട് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു CBS. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യയാത്ര നടക്കുമ്പോൾ ഇവിടുത്തെ MLA കൂടിയാണല്ലോ ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞ 1 മണിക്കൂറായി ഇവിടെ കാത്തുനിന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കും. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ, വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഖലീലുൽ ബുഖാരി തങ്ങൾ എന്നിവരും അന്തിമോപചാരം നൽകി. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയാണെന്നോ പ്രതിപക്ഷ നേതാവാണെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിലെ സാധാരണക്കാരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ധീരമായി കേരളീയ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ച വ്യക്തിത്വമാണ് ശ്രീ VS. മത, സാമുദായിക, സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ വിഎസിന് യാത്രാമൊഴിയേകി. വിഎസ് എന്ന പേര് കേരള ജനതയുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അന്ത്യയാത്ര. പുന്നപ്ര വയലാറിന്റെ സമരനായകന്റെ വിയോഗത്തിൽ പ്രകൃതി പോലും കണ്ണീരണിഞ്ഞു. ആലപ്പുഴയിൽ നിന്നും ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1.